എന്തിനാടാ പെണ്ണുണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണ് വേണ്ട. എന്നെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് പോയി, എനിക്കോ സങ്കടമോ എന്ന് വെച്ചേ സങ്കടപ്പെടാ. ഞാനൊരു അല്പം മേടിച്ചും കഴിക്കും, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒളിച്ചോട്ടമാണ്. എന്റെ ദൈവമേ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ അതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം തുറക്കൂ, ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എല്ലാം ഇപ്പൊ അതേ ഉള്ളൂ, ഒളിച്ചോട്ടം. ഞാനൊരു സത്യം പറയട്ടെ, ലൈവായിട്ട് ഒരു ഒളിച്ചോട്ടം കണ്ടത് ഈ ഒരു വീഡിയോയിലൂടെയാണ്. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്, ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇത്ര വലിയൊരു കാര്യമാണോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഒളിച്ചോട്ടം? പിന്നെ ഒരു കാര്യമുണ്ട്, അഖിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റി ഒക്കെയാണ്, ഒരു പിക്ചറിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ സെലിബ്രിറ്റീസിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂട് വാർത്തയായിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു രസമാണ് അല്ലേ? ചിലവർക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷം കിട്ടും, ചിലവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ചിലവർ വിചാരിക്കും അയ്യോ ആ പയ്യന്റെ കാര്യം എന്താവോ എന്ന് തോന്നും. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, കഷ്ടം ആ പയ്യന്റെ കാര്യം എന്താവോ എന്ന് തോന്നും. ഭാര്യ ഒളിച്ചോടി, എന്താ പ്രശ്നം എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ പെൺകുട്ടിയും കുറ്റം പറയാൻ പറ്റത്തില്ല, ആ പയ്യനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പെൺകുട്ടിയെ കുറ്റം പറയാം. ഇങ്ങനെ ഒരു ബന്ധത്തിന് ആ പെൺകുട്ടിക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ പരസ്പരം സംസാരിച്ചിട്ട് ബന്ധം അവസാനിപ്പിച്ചിട്ട് അവർക്ക് ആ പെണ്ണിന് ഏത് ആളുടോടാണോ പോകേണ്ടത് ആ പെണ്ണിന് അയാളുടെ കൂടെ പോകാമായിരുന്നു. ഞാനുണ്ടല്ലോ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേന് ആ ഒളിച്ചോടി പോയ അയാളുടെ ഫോട്ടോയും കൂടെ കണ്ടിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ പെൺകുട്ടിക്ക് എങ്ങനെ അയാളോട് പാൻ തോന്നി? എന്തെങ്കിലുമൊക്കെ റീസൺ കാണുമായിരിക്കും അല്ലേ? അവരുടെ മനസ്സ് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ഇപ്പോൾ അഖില് പറയുന്നത് ആരും ആ പെൺകുട്ടി ഒന്നും പറയണ്ട, അതിന് അവൾക്ക് ഇഷ്ടമായത് അവൾ ചെയ്തു, അവൾ പോകട്ടെ, അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറയുന്ന ആളുടെ മനസ്സ് വലിയ മനസ്സല്ലേ? ഈ അഖിലിന്റെ വീഡിയോസ് ഞാൻ നേരത്തെ കാണുമായിരുന്നു കേട്ടോ. റീൽസിലൂടെയൊക്കെയാണ് അഖിൽ പ്രശസ്തിയിലേക്ക് വന്നത്. നല്ല റീൽസാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കൊള്ളാം, മടുപ്പ് തോന്നത്തില്ല അഖിലിന്റെ റീൽസ് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ആ റീൽസ് കണ്ടു, അങ്ങനെ അയാൾ വളർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കല്യാണം കഴിച്ചു. കല്യാണവും കഴിഞ്ഞിട്ട്, കല്യാണം എന്തോരം വലിയ കല്യാണമായിരുന്നു. ഈ കല്യാണം നടന്ന സമയത്തും ഇതേ കണക്ക് എല്ലാവരും എടുത്ത് വെച്ച് ആഘോഷിച്ചതായിരുന്നു. അതേ കണക്ക് ഇപ്പൊ ആ പെങ്കൊച്ചിന്റെ ഒളിച്ചോട്ടോ എല്ലാവരും എടുത്ത് വെച്ച് ആഘോഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ളവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആളുകൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇങ്ങനെ കിട്ടുന്നു നോക്കി ഇരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി, എടുത്തു വെച്ചങ്ങ് കാച്ചി, അത്രയേ ഉള്ളൂ. എന്നാലും ആ പയ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഭാര്യ ഒളിച്ചോടിപ്പോയി, അത് ഒന്നാമത്തെ കാര്യം. പുറത്തിറങ്ങാൻ പറ്റൂ? ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഈ സോഷ്യൽ മീഡിയയിൽ എല്ലായിടും ഇപ്പൊ ഇതല്ലേ. ഇപ്പൊ 10 പേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പേര് ആ പെങ്കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് പറയും. കാരണം അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ പെങ്കൊച്ച് ഒളിച്ചോടി പോയതെന്ന്. 5 പേര് അവളെ കുറ്റം പറയുമായിരിക്കും. ഞാൻ എന്തായാലും അവളെ കുറ്റം പറയുവാണ്. കാരണം അവൾക്ക് ഇഷ്ടമല്ല, അല്ലാന്നുണ്ടെങ്കിൽ അഖിലിനോട് ജീവിക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരൂടെ സംസാരിച്ച് ബന്ധം അവിടെ വെച്ച് പിരിഞ്ഞിട്ട് ആൾക്കാരോടാന്ന് വെച്ചാൽ പോവായിരുന്നു. ഇങ്ങനെ ഒരു നാണം കെട്ട പണിക്ക് നിൽക്കണ്ടായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നോർത്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വലിയൊരു സംഭവമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അത്ര വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഒളിച്ചോട്ടം, അവിഹിതം, ഇതൊക്കെ എല്ലാവർക്കും വളരെ കേൾക്കാനും കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങ് എടുത്തു വെച്ചങ്ങ് പറയുന്നതും ഇത്ര വൈറലായത് ഈ ഒരു കാര്യം. ഞാൻ ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പോഴേ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നു. പിന്നെ ഞാനും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണോ ആ പയ്യന്റെ ഭാഗത്താണോ? ഞാൻ ആ പയ്യന്റെ ഭാഗത്താണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, കഷ്ടമല്ലേ ആ പയ്യന്റെ കാര്യം? എന്തോ പ്രോബ്ലം ഉണ്ടാവട്ടെ, ആ പയ്യന്റെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രോബ്ലം ഉണ്ടോ ആവട്ടെ, ആ പയ്യൻ ഇനി വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഞാനത് ആലോചിക്കുന്നത്. ഈ പയ്യൻ ഒരുപാടും ഈ സ്കൂൾ പിള്ളേരുടെ റീൽസ്, അതായത് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ഒക്കെയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ അത് കണ്ടാണ് ഇയാളുടെ റീൽസ് കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു പ്രശസ്തിയിൽ ഇങ്ങനെ ഉയർന്നു പൊക്കോണ്ടിരിക്കുമായിരുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അത് ഒളിച്ചോടി പോയതെന്ന്. എല്ലാവരും ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങേയറ്റം തെറ്റ്. ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ആ കുട്ടി ചെയ്തത്, അല്ലേ?